ഞാൻ ബൈജു വരിക്കാഞ്ചിറ. വെട്ടം വോയിസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അർബുദ ചികിത്സാ കേന്ദ്രത്തിൽ ഒരു വർഷം 7000-ലധികം രോഗികൾ ചികിത്സ തേടിയെത്തുന്ന തിരൂർ ജില്ലാസ്പത്രിയിൽ ഓങ്കോളജി കെട്ടിടം നോക്കുകുത്തിയായി നിൽക്കാൻ തുടങ്ങിയിട്ട് വർഷം 3 പിന്നിട്ടിരിക്കുകയാണ്. കൃത്യമായ സമയത്ത് കെട്ടിട നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിക്കാത്തതിനാൽ 5 കോടിയോളം രൂപ ലാപ്സായി പോയതായി ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീബ അസീസ് പറഞ്ഞു. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ലഭിച്ചിരുന്ന തുകയിൽ നിന്ന് കൃത്യമായ സമയത്ത് കോൺട്രാക്ടർ പണി പൂർത്തീകരിക്കാത്തത് കൊണ്ട് 5 കോടി രൂപ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓങ്കോളജി കെട്ടിട നിർമ്മാണം തുറന്നു കൊടുക്കുന്നതിൽ നഗരസഭയാണ് തടസ്സം നിൽക്കുന്നതെന്നാണ് HMC അംഗം PT ഷഫീഖ് പറയുന്നത്. കാരണം വെച്ചാൽ ഓങ്കോളജിൻ്റെ മുഴുവൻ ഫയലുകളും ശരിയായപ്പോൾ മുനിസിപ്പാലിറ്റിൻ്റെ ഒരു തടസ്സം കാരണമാണ് ഇത്രയും നീണ്ടുപോയത്. ഓരോ ഫയലും കൊടുക്കുമ്പോഴും ഒന്നുകിൽ ഫയർ ഡിപ്പാർട്ട്മെൻറ്റ് ക്ലിയർ അല്ല എന്ന് പറഞ്ഞ് വീണ്ടും മടക്കും. ഓങ്കോളജി കെട്ടിടം എത്രയും വേഗം തുറന്നു കൊടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്ന് ചെയർപേഴ്സൺ AP നസീമ പറഞ്ഞു. നഗരസഭയെ സംബന്ധിച്ചിടത്തോളം എത്രയും പെട്ടെന്ന് അത് പണി കഴിച്ച് തുറന്നു കൊടുക്കണമെന്നും അത് ഈ ഒരു ഭരണസമിതിയുടെ കാലാവധിക്കുള്ളിൽ തന്നെ അത് ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നൊക്കെ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഓങ്കോളജി കെട്ടിടം തുറന്നു കൊടുക്കാൻ സംസ്ഥാന ആരോഗ്യ വകുപ്പും ജില്ലാ പഞ്ചായത്തും ഇടപെടണമെന്നാണ് വെട്ടം വോയിസിനും പറയാനുള്ളത്. വെട്ടം വോയിസ് കാണുക എല്ലാ ഞായറാഴ്ചകളിലും വൈകിട്ട് 4:30 വെട്ടം ടെലിവിഷനിലും ഞങ്ങളുടെ Facebook, YouTube ചാനലുകളിലും.